നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 40 ഏവർക്കും സ്വാഗതം. വൃന്ദാവനത്തിൽ ഗ്രീഷ്മകാലം കഴിഞ്ഞ് വർഷഋതു ആരംഭിച്ചു. സർവപ്രാണിവർഗവും പ്രജാവൃദ്ധിയെ ചെയ്യുന്ന കാലമാണല്ലോ അത്. ത്രിഗുണങ്ങൾ ചിതാകാശത്തിൽ വ്യാപിച്ച് സച്ചിദാനന്ദമാകുന്ന സ്വരൂപ ശോഭയെ മറയ്ക്കുന്നത് പോലെ ഇടിമിന്നലോടുകൂടിയ ഇരുണ്ട മേഘങ്ങൾ സൂര്യചന്ദ്രന്മാരുടെ പ്രകാശത്തെ മറച്ചു. ധർമ്മനിഷ്ഠരായ രാജാക്കന്മാർ സമൃദ്ധി കാലങ്ങളിൽ പ്രജകളിൽ നിന്ന് പിരിക്കുന്ന നികുതി ക്ഷാമകാലത്തിൽ അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നത് പോലെ സൂര്യൻ 8 മാസക്കാലം ഭൂമിയിൽ നിന്ന് ആവാഹനം ചെയ്ത ജലം മുഴുവൻ തിരിച്ച് മഴയായി വർഷിച്ചു കൊടുത്തു. കാരുണ്യശാലികളായ സജ്ജനങ്ങൾ ക്ഷുത് പിപാസാദികളാൽ വലയുന്ന സഹജീവികൾക്ക് കൈവശമുള്ള അന്നാദികളെ ദാനം ചെയ്ത് സന്തോഷിപ്പിക്കുന്നത് പോലെ കാർമേഘങ്ങൾ സൂര്യതാപത്തിൽ ക്ലേശിക്കുന്നവരെ മഴ കൊണ്ട് സുഖിപ്പിച്ചു. ഇഷ്ടഫലപ്രാപ്തിക്കായി അല്പാഹാരം മുതലായ കൃച്ഛവ്രതങ്ങളോടുകൂടി തപസ് ചെയ്ത് കൃശനായവൻ കാമിത സിദ്ധിക്ക് ശേഷം ഇഷ്ടഭോജനം കഴിച്ച് പുഷ്ടി പ്രാപിക്കുന്നത് പോലെ കൊടും വേനലിൽ ജലാംശം പോയി കൃഷയായി തീർന്ന ഭൂമി വർഷലാഭത്താൽ സസ്യസമൃദ്ധികളോടുകൂടി പുഷ്ടിയെ പ്രാപിച്ചു. പാപപങ്കിലമായ കലിയുഗത്തിൽ പാഖണ്ഡ ശാസ്ത്രങ്ങൾ പ്രചരിക്കുന്നതും നിത്യസിദ്ധങ്ങളായ വേദശാസ്ത്രങ്ങൾ മങ്ങുന്നതും പോലെ സന്ധ്യാകാലങ്ങളിൽ മിന്നാമിനുങ്ങുകൾ ശോഭിക്കുകയായി. ഗൃഹനക്ഷത്രാദികൾ പ്രകാശിക്കുന്നുമില്ല. ഗുരുനാഥൻ നിയമത്തിലിരുന്ന സമയം ശബ്ദിക്കാതിരുന്ന വിദ്യാർത്ഥികൾ നിയമാവസാനത്തിൽ അധ്യയനം ആരംഭിക്കുന്നത് പോലെ വേനലിൽ നിശബ്ദരായിരുന്ന മണ്ഡൂകങ്ങൾ ഇടിനാദം കേട്ടപ്പോൾ ശബ്ദിച്ചു തുടങ്ങി. നിരന്തര ഹരിഭജനം കൊണ്ട് ഭക്തന്മാർ സംതൃപ്തരും പ്രസന്നരുമായി ഭവിക്കുന്നത് പോലെ പുതിയ വർഷജലത്തെ യഥേഷ്ടം സേവിച്ച് ജലത്തിലും കരയിലുമുള്ള ജീവികൾ സുഖമായി ഭവിച്ചു. കൊടുങ്കാറ്റ് മൂലമുണ്ടായ വൻ തിരമാലകളോടും കരകവിഞ്ഞൊഴുകി വന്നു ചേർന്ന പുഴകളോടും കൂടിയ സമുദ്രം പക്വത വരാത്ത യോഗ സാധകന്റെ മനസ്സ് കാമവാസനകളാൽ എന്ന പോലെ ക്ഷോഭിച്ചു. അധോക്ഷജനിൽ ചിത്തമുറപ്പിച്ച ഹരിദാസന്മാർ എന്തെല്ലാം സുഖം വന്നാലും ചലിക്കാത്തതുപോലെ പർവ്വതങ്ങൾ ധാര മുറിയാതെ കഠിനവർഷം ഉണ്ടായിട്ടും ചലിച്ചില്ല. വേദാധ്യയനം ചെയ്തവർ നിരന്തരാഭ്യാസത്തിന്റെ അഭാവത്താൽ മറന്നിട്ട് സംശയാലുക്കളാകുന്നതുപോലെ നടപ്പാതകൾ പുല്ലുകൊണ്ടു മൂടി വഴിയറിയാതെയായി. ഔദാര്യാദി ഗുണസമ്പന്നരായ സജ്ജനങ്ങളോടുകൂടി ചഞ്ചല ചിത്തരായ സ്വൈരിണികൾ ചേർന്നാലും അധികകാലം സഹവസിക്കാത്തതുപോലെ ലോകത്തിന് തങ്ങളുടെ ജലമെല്ലാം നൽകി ഹിതം ചെയ്യുന്ന മേഘങ്ങളോട് ചഞ്ചലങ്ങളായ മിന്നലുകൾ സ്ഥിരമായി ചേർന്നു നിൽക്കുന്നില്ല. ത്രിഗുണസംബന്ധമായ പ്രപഞ്ചത്തിൽ ഗുണസംബന്ധമില്ലാത്ത ഭഗവാൻ പ്രകാശിക്കുന്നത് പോലെ ഞാണില്ലാത്ത മഴവില്ല് ശബ്ദത്തോടു കൂടിയ ആകാശത്തിൽ ശോഭിച്ചു. പരമാത്മാവിനാൽ പ്രകാശിക്കപ്പെടുന്ന അഹങ്കാരം ആ പരമാത്മാവിനെ തന്നെ മറയ്ക്കുന്നത് പോലെ ചന്ദ്രനാൽ പ്രകാശിക്കപ്പെടുന്ന മേഘങ്ങൾ ആ ചന്ദ്രനെ തന്നെ മറയ്ക്കുന്നു. കുടുംബഭരണ ക്ലേശത്താൽ തപ്തരായി വിരക്തി വന്ന സജ്ജനങ്ങൾ ഹരിദാസന്മാരുടെ ആഗമനത്തിൽ സന്തോഷിക്കുന്നത് പോലെ മേഘാഗമനത്താൽ ഉത്സാഹഭരിതരായ മയിലുകൾ ഇടിശബ്ദത്തെ അനുകരിച്ച് ശബ്ദിക്കുകയും പീലികൾ വിരിച്ചാടുകയും ചെയ്തു. കഠിനവ്രതങ്ങൾ അനുഷ്ഠിച്ച് ശോഷിച്ച തപസ്വികൾ ഈശ്വരപ്രസാദ ലാഭത്താൽ സമ്പുഷ്ടരാകുന്നത് പോലെ വേനലിന്റെ കാഠിന്യത്താൽ ഉണങ്ങി നഷ്ടപ്രായമായി നിന്ന വൃക്ഷങ്ങൾ യഥേഷ്ടം ജലം ലഭിച്ച് തഴച്ച് പുതിയ ശാഖകളോടുകൂടി ശോഭിച്ചു. ഘോരകർമ്മങ്ങളോടുകൂടിയ ഗൃഹങ്ങളിൽ മാംസാദികളിലുള്ള ആശനിമിത്തം വിടാതെ പറ്റിക്കൂടി കഴിയുന്ന ദുർമോഹികളായ വിഷയികളെ പോലെ ചേറും മുള്ളും നിറഞ്ഞ കരകളോടുകൂടിയ തടാകത്തിൽ മത്സ്യം, ഞണ്ട് മുതലായവയെ പിടിച്ച് തിന്നാനാഗ്രഹിച്ച് സാരസപക്ഷികൾ കാത്തുനിന്നു. കലിയിൽ പാഖണ്ഡവാദികളാൽ വേദമാർഗങ്ങൾ ഭേദിക്കപ്പെടുന്നത് പോലെ നദികളിൽ കെട്ടിയിരുന്ന അണകൾ അതിവർഷത്താൽ പൊട്ടിത്തകർന്നു. ഉത്തമാചാര്യന്മാരുടെ ഉപദേശപ്രകാരം രാജാക്കന്മാർ കാലാകാലങ്ങളിൽ ദാനധർമ്മങ്ങളെ ചെയ്യുന്നത് പോലെ വായുവിനാൽ പ്രേരിക്കപ്പെട്ട് മേഘങ്ങൾ ഉഷ്ണത്താൽ തപിച്ചിരുന്ന പ്രാണികൾക്ക് അമൃതജലം വർഷിച്ചു കൊടുത്തു. ഇപ്രകാരം പുഷ്പഫലാദികളാൽ സമൃദ്ധമായ വനത്തിൽ ഭഗവാൻ ചങ്ങാതിമാരോടുകൂടി പശുക്കളെ മേച്ച് സഞ്ചരിച്ചു.
തഴച്ചു വളർന്ന ഇളം പുല്ല് വേണ്ടുവോളം തിന്ന് അകിട്ടിൽ വർദ്ധിച്ച പാൽ ചുമക്കാൻ കഴിയാതെ പശുക്കൾ മെല്ലെ മെല്ലെ നടക്കും. എങ്കിലും ഭഗവാൻ പേർ പറഞ്ഞ് വിളിക്കുമ്പോൾ അവ പാലൊഴുക്കിക്കൊണ്ട് പ്രീതിയോടുകൂടി ഓടിവരും. മഴ പെയ്യുമ്പോൾ ബാലന്മാർ മരച്ചുവട്ടിലും പർവ്വത ഗുഹകളിലും ഇരുന്ന് കായും കനിയും കിഴങ്ങും ഭക്ഷിച്ച് സുഖിക്കും. മധ്യാഹ്നമാകുമ്പോൾ തങ്ങൾ കൊണ്ടുവന്ന ദധ്യോദനം ജലപ്രവാഹത്തിനടുത്തുള്ള പാറമേൽ വെച്ച് ഭക്ഷിക്കും. വർഷക്കാലത്തെ പിന്നിട്ടുകൊണ്ട് ശരത്കാലം വന്നു. ആകാശം തെളിഞ്ഞു. തടാകങ്ങളിലെ ജലം നിർമ്മലമായി. മന്ദമാരുതൻ വീശി. താമരകൾ നിരന്നു. അസത് സംസർഗം നിമിത്തം വഴിതെറ്റിപ്പോയവരുടെ ചിത്തം വീണ്ടും സത്സംഗ ഭജനാദികളാൽ സ്വച്ഛമായും ശാന്തമായും ഭവിക്കുന്നതുപോലെ ജലാശയങ്ങളിൽ കലങ്ങിക്കിടന്ന ജലം ചളി നീങ്ങി വീണ്ടും നിർമ്മല മധുരമായി ഭവിച്ചു. നാലാശ്രമികൾക്കും സ്വധർമാനുഷ്ഠാനത്താൽ നേരിടുന്ന കഷ്ടങ്ങളെല്ലാം ശ്രീകൃഷ്ണനിലുള്ള ഭക്തി കൊണ്ട് തീരുന്നത് പോലെ ആകാശത്തിലും ഭൂമിയിലും ജലത്തിലുമുള്ള പങ്കങ്ങളെല്ലാം ശരത്കാലം വന്നതോടുകൂടി തീർന്നു. നന്ദി, നമസ്കാരം.